ഇന്ന് വൈകുന്നേരം കോഴിക്കോട്ട് രാഹുൽ ഗാന്ധി എത്തുന്നു. അതിന്റെ വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ തത്സമയം കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയാ അജി. ഇന്ന് വൈകിട്ട് 4:30 രാഹുൽ ഗാന്ധി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോഴിക്കോട് ബീച്ചിലെ ഈ പ്രധാനപ്പെട്ട വേദിയിൽ പ്രവർത്തകരെയും ഒപ്പം തന്നെ അണികളെയും അഭിസംബോധന ചെയ്യുന്നത്. എന്നോടൊപ്പം ഷാഫി പറമ്പിൽ MP ചേരുന്നുണ്ട്. എപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തുക? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സന്ദർശന പരിപാടികൾ? വൈകുന്നേരം 4 മണിക്ക് ശേഷം അദ്ദേഹം ലാൻഡ് ചെയ്യും. 4 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ പ്രവർത്തകരെല്ലാം എത്തണം എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ലാൻഡ് ചെയ്ത് നേരെ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ലാൻഡ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ്. റാലിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഇന്നത്തേക്ക് തിരിച്ചു പോകും. പിന്നെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കേരളത്തിലേക്ക് വരും. മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ഇന്ന് ഉണ്ടോ അദ്ദേഹം? അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഇവിടെ ഇപ്പം ഈ റാലിയിൽ അഭിസംബോധന സംസാരിച്ച ശേഷം ഇന്ദിരാ ഗ്യാരണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ UDF ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാക്കും ഉറപ്പുമാണ്. 5 പ്രധാനപ്പെട്ട സെക്ടറും ഒരു വകുപ്പും ഉൾപ്പെടെ 6 ഇന്ദിരാ ഗ്യാരണ്ടികളുണ്ട്. അതിനെ ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇന്ദിരാ ഗ്യാരണ്ടി ബസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ് കൂടി ഉണ്ടാവും. വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ UDF ക്യാമ്പ് ഉള്ളത്? അതിന് മറിച്ചൊരു റീസൺ ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ജനങ്ങൾ ഒന്നാമത്തതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ നടത്തുന്ന പഠനങ്ങൾ, ഞങ്ങൾ ജനങ്ങളോട് നടത്തുന്ന ഇൻട്രാക്ഷൻസ്, ഇപ്പോൾ കാൻഡിഡേറ്റ്സിനെ വലിയ കോലാഹലങ്ങളും വൈകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളികളൊക്കെ ഉണ്ടായാലും 140 കാൻഡിഡേറ്റ്സിനെ ആദ്യം ഡിക്ലെയർ ചെയ്ത UDF ആണ്. മറ്റെല്ലാ മുന്നണികൾക്കും അതിൻ്റെ ശേഷമാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അവർ ഫീൽഡ് ചെയ്തു, വർക്കേഴ്സ് റൂട്ടിൽ ഇറങ്ങി, ജനങ്ങളെ കാണാൻ തുടങ്ങി. അപ്പോൾ ഇലക്ഷൻ്റെ യഥാർത്ഥ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നടക്കുക. തലക്കെട്ടുകൾ വേറെ ആയിരിക്കും, പക്ഷേ ജനങ്ങൾക്കിടയിലെ ചർച്ച ജനകീയ പ്രശ്നങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും വിപുലമായ ഒരുക്കങ്ങൾ കോഴിക്കോട് ബീച്ചിലടക്കം ഒരുക്കിയിട്ടുണ്ട്. പ്രവർത്തകരെ ഇന്ന് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. നേരത്തെ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചതുപോലെ SKN ഗ്യാരണ്ടി കാർഡ്, UDFിൻ്റെ ഗ്യാരണ്ടി കാർഡ് ഇന്ന് പറയും. അതിൽ എന്തെല്ലാമാണ് പ്രധാനമായും ജനങ്ങൾക്ക് നൽകുന്നത്, പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നുണ്ടാകുമെന്നാണ് ഈ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖലകളിൽ അടക്കം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ഗ്യാരണ്ടി പ്രഖ്യാപനം UDFിൻ്റെ പത്രികയിൽ ഉണ്ടാകുമെന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ് പറയുന്നത്. ഏതായാലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ സ്ഥാനാർത്ഥികൾ UDFിൻ്റെ സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട ഈ വേദിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്യും. വൈകിട്ട് 4:30 അദ്ദേഹം കരിപ്പൂരിൽ നിന്നും റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് എത്തുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.